നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. അവിട്ടത്തൂരിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരി മരിച്ചു. മരിച്ചത് ഇസാഫ് ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജർ ആസിഫ. PSC ചോദ്യക്കടലാസ് കെട്ടുകൾ പുതുക്കാട് വഴിയരികിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പിക്കപ്പ് വാൻ തകരാറിലായതിനെ തുടർന്ന് ദേശീയപാത ആമ്പല്ലൂരിൽ വൻ ഗതാഗത കുരുക്ക്. മറ്റൊരു പിക്കപ്പ് വാൻ സർവീസ് റോഡിൽ താഴ്ന്നു. BJP വരന്തരപ്പള്ളി പഞ്ചായത്ത് സ്ഥാനാർത്ഥി സംഗമവും പ്രകടന പത്രിക പ്രകാശനവും സംഘടിപ്പിച്ചു. പുതുക്കാട് മറവാഞ്ചേരിയിൽ സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച അപകടം. കാർ യാത്രികരായ 2 പേർക്ക് സാരമായി പരിക്കേറ്റു. കൊടകര പൂനിലാർക്കാവ് ദേവീക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവം വ്യാഴാഴ്ച ആഘോഷിക്കും. കൊടകരയിൽ നടന്ന UDF തെരഞ്ഞെടുപ്പ് പ്രചാരണ പൊതുയോഗം അടൂർ പ്രകാശ് MP ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. അവിട്ടത്തൂരിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരി മരിച്ചു. കൊറ്റനല്ലൂർ പട്ടേപ്പാടം മംഗലത്തറ വീട്ടിൽ സിദ്ദിഖിന്റെ ഭാര്യ ആസിഫയാണ് മരിച്ചത്. 38 വയസ്സായിരുന്നു. ബുധനാഴ്ച രാവിലെ 8:15 അപകടം. തൃശൂർ സ്വദേശികളായ യുവാക്കൾ സഞ്ചരിച്ചിരുന്ന കാറാണ് ആസിഫയുടെ സ്കൂട്ടറിൽ ഇടിച്ചത്. ഉടൻ തന്നെ പുല്ലൂർ മിഷൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ആളൂർ പോലീസ് മേൽ നടപടി സ്വീകരിച്ചു. ഇസാഫ് ബാങ്കിന്റെ ചേർപ്പ് ശാഖയിലെ അസിസ്റ്റന്റ് മാനേജറാണ് ആസിഫ. പിക്കപ്പ് വാൻ തകരാറിലായതിനെ തുടർന്ന് ദേശീയപാത ആമ്പല്ലൂരിൽ വൻ ഗതാഗത കുരുക്ക്. ബുധനാഴ്ച രാവിലെയാണ് ഗതാഗത കുരുക്കുണ്ടായത്. തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിലാണ് വാഹനങ്ങൾ കുരുക്കിലമർന്നത്. ഗോകുലം പാർക്ക് മുതൽ പുതുക്കാട് KSRTC സ്റ്റാൻഡിന് സമീപം വരെ വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു. 1 മണിക്കൂറോളം വാഹനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്ന അവസ്ഥയിലായിരുന്നു. പിന്നീട് പിക്കപ്പ് വാൻ റോഡിൽ നിന്നും മാറ്റിയതോടെ കുരുക്കിന് ആശ്വാസമായി. അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ ആമ്പല്ലൂരിലെത്തുമ്പോൾ വാഹനങ്ങൾ ചെറിയ തോതിൽ ഗതാഗത കുരുക്കിൽ പെടുന്നുണ്ട്. ഇതിനിടെയാണ് പിക്കപ്പ് വാൻ തകരാറിലാകുന്നത്. കൂടാതെ ശക്തമായ മഴ കൂടി പെയ്തതോടെ യാത്രാ ദുരിതം ഇരട്ടിച്ചു. ദേശീയപാത ആമ്പല്ലൂരിൽ പിക്കപ്പ് വാൻ സർവീസ് റോഡിൽ താഴ്ന്നു. അടിപ്പാത നിർമ്മാണം നടക്കുന്നതിന് സമീപം ബുധനാഴ്ച രാവിലെ 11:30 സംഭവം. ദേശീയപാത നിർമ്മാണത്തിലെ സംരക്ഷണ ഭിത്തിയോട് ചേർന്ന് ചെളിയിലാണ് വാഹനം കുടുങ്ങിയത്. മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ സംരക്ഷണ ഭിത്തി ഉറപ്പിക്കുന്നതിനു വേണ്ടി വശങ്ങളിൽ ഇട്ടിരിക്കുന്ന മണ്ണിൽ വാഹനം താഴുകയായിരുന്നു. മുൻപും ഇതേ രീതിയിൽ ഇവിടെ KSRTC അടക്കം വാഹനങ്ങൾ കുടുങ്ങിയിരുന്നു. രാവിലെയും മറ്റൊരു പിക്കപ്പ് വാൻ തകരാറിലായതിനെ തുടർന്ന് ദേശീയപാത ആമ്പല്ലൂരിൽ വൻ ഗതാഗത കുരുക്കുണ്ടായിരുന്നു. പുതുക്കാട് മറവാഞ്ചേരിയിൽ സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച് അപകടം. കാർ യാത്രികരായ 2 പേർക്ക് സാരമായി പരിക്കേറ്റു. ചെങ്ങാലൂർ സ്വദേശികളാണ് കാറിൽ സഞ്ചരിച്ചിരുന്നത്. തച്ചംകുളം ക്ഷേത്രത്തിന് തൊട്ടു മുൻപിലുള്ള വളവിലാണ് അപകടമുണ്ടായത്. തൃശൂർ മുപ്ലിയം റൂട്ടിലോടുന്ന അരങ്ങത്ത് എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം ഭാഗികമായി തകർന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:30 സംഭവം. PSC ചോദ്യക്കടലാസ് കെട്ടുകൾ പുതുക്കാട് വഴിയരികിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പാഴായിലേക്ക് പോകുന്ന വഴിയിലാണ് 10ഓളം കെട്ടുകളിലായി ചോദ്യക്കടലാസുകൾ കണ്ടെത്തിയത്. സെപ്റ്റംബർ 20 നടന്ന ദഫേദാർ, ഒക്ടോബർ 30 നടന്ന ഓവർസിയർ ഗ്രേഡ് 3 ഡ്രാഫ്റ്റ്മാൻ പരീക്ഷകളുടെ ചോദ്യക്കടലാസുകൾ അടക്കം ഇവയിലുണ്ട്. ബുധനാഴ്ച രാവിലെയാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽ ഇത് പെടുന്നത്. രാവിലെ കനത്ത മഴയും കൂടി പെയ്തതോടെ പേപ്പറുകളിൽ ചെളി മൂടിയിരിക്കുകയാണ്. ഉദ്യോഗാർത്ഥികളെ അവഗണിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണിതെന്ന് നാട്ടുകാർ ആരോപിച്ചു. കൊടകര പൂനിലാർക്കാവ് ദേവീക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവം വ്യാഴാഴ്ച ആഘോഷിക്കും. രാവിലെ ശ്രീഭൂതബലി, പുറത്തേക്ക് എഴുന്നള്ളിപ്പ്, പഞ്ചാരിമേളം, ഉച്ചകഴിഞ്ഞ് കാഴ്ചശീവേലി, പഞ്ചവാദ്യം, ധ്രുവമേളം, 6-ന് വൈക്കം ഷാജി, വൈക്കം സുമോദ് എന്നിവർ ചേർന്നൊരുക്കുന്ന സ്പെഷ്യൽ നാദസ്വര കച്ചേരി, സന്ധ്യയ്ക്ക് മണ്ഡപത്തിൽ ബ്രാഹ്മണിപ്പാട്ട്, തുടർന്ന് കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, രാത്രിയിൽ കാവിൽ പടിഞ്ഞേറ നട കൂട്ടായ്മയുടെ താലിവരവ്, തുടർന്ന് നാടകം, വെള്ളിയാഴ്ച പുലർച്ചെ കാർത്തിക വിളക്ക്, വിളക്കാചാരം, ഇടയ്ക്ക പ്രദർശനം, പഞ്ചവാദ്യം, മേളം, സാംബവ നൃത്തം, കാളകളി എന്നിവയുണ്ടാകും.
ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രിമാരായ തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരി, അഴകത്ത് ഹരീഷ് നമ്പൂതിരി, മേൽശാന്തി നടുവത്ത് പത്മനാഭൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിക്കും. മേളത്തിന് തിരുവല്ല രാധാകൃഷ്ണനും പഞ്ചവാദ്യത്തിന് വൈക്കം കുട്ടനും നേതൃത്വം നൽകും. എഴുന്നള്ളിപ്പിൽ തിരുവമ്പാടി അർജുനൻ ഭഗവതിയുടെ തിടമ്പേറ്റും. തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച കാർത്തിക വിളക്ക് മഹോത്സവം ആഘോഷിക്കും. വൈകിട്ട് 4:30 മേളം, 5 കലാപരിപാടികൾ, വൈകിട്ട് 5:30 ഭദ്രദീപം തെളിയിക്കൽ, വൈകിട്ട് 6 ആയിരക്കണക്കിന് കാർത്തിക ദീപങ്ങൾ തെളിയിക്കൽ, വൈകിട്ട് 6:30 ദീപാരാധന, തുടർന്ന് പൂക്കള മത്സരം, കലാകായിക സാഹിത്യ മത്സര സമ്മാന വിതരണം, വൈകിട്ട് 7 വിവിധ സംഘങ്ങൾ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളിയും കൈക്കുട്ടിക്കളിയും എന്നിവയാണ് പരിപാടികൾ. അമ്പല്ലൂർ ശ്രീ കുണ്ടൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച തൃക്കാർത്തിക ആഘോഷം നടക്കും. രാവിലെ ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി, പൂമൂടൽ, 11 പ്രസാദ ഊട്ട്, വൈകിട്ട് ശ്രീലകത്ത് സമ്പൂർണ്ണ നെയ്വിളക്കോടെ കാർത്തിക വിളക്ക്, ദീപാരാധനയ്ക്ക് ശേഷം എഴുന്നള്ളിപ്പ്, പഞ്ചാരിമേളം എന്നിവ ഉണ്ടായിരിക്കും. ഇനി തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി എൻ്റെ നാട് എൻ്റെ വോട്ട്. BJP വരന്തരപ്പള്ളി പഞ്ചായത്ത് സ്ഥാനാർത്ഥി സംഗമവും പ്രകടന പത്രിക പ്രകാശനവും സംഘടിപ്പിച്ചു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം നിർവഹിച്ചു. K രാജ്കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി അംഗങ്ങളായ A ഉണ്ണികൃഷ്ണൻ, സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, ജില്ലാ ജനറൽ സെക്രട്ടറി PK ബാബു, മണ്ഡലം പ്രസിഡന്റ് KB സന്ദീപ്, സജീവൻ അമ്പാത്ത്, ഷാജി പുന്നക്കപ്പറമ്പിൽ, TS അനിൽ, സവിത സുരേഷ്, ബിന്ദു പ്രിയൻ, ഷിനോജ് ചുള്ളിപ്പറമ്പിൽ, VB അരുൺ, ഷാജി മുപ്ലിയം, ജയൻ പിടിക്കപ്പറമ്പ് എന്നിവർ സംസാരിച്ചു. ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിലൂടെ പോയി ആരാണ് അടുത്ത ഇര എന്ന് നിങ്ങൾക്ക് വല്ല ബോധ്യമുണ്ടോ? ഇതാണ് രാഹുൽ കോൺഗ്രസ്സുകാരുടെ ചോദ്യം. അതുകൊണ്ട് CPM-നും കോൺഗ്രസിന്റെയും ആളുകൾക്ക് ധൈര്യത്തോടു കൂടി വീട്ടിൽ പോകാൻ സാധിക്കില്ല. പിന്നെ 2 പാർട്ടിയിൽപ്പെട്ടിട്ടുള്ള പല ആളുകളും ഉടുക്കും മടിയും ഇല്ലാത്തത് കൊണ്ട് പോകുന്നു എന്നല്ലാതെ ആത്മാഭിമാനമുള്ള ഒരു കോൺഗ്രസ്സുകാർക്കും CPM-കാർക്കും വീട്ടിൽ കയറി കൂട്ടുപിടിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ ആത്മവിശ്വാസത്തോടുകൂടി വോട്ടർമാരെ കാണാൻ സാധിക്കുന്നത്, അഭിമാനത്തോടുകൂടി തല ഉയർത്തിപ്പിടിച്ച് വോട്ട് ചൂണ്ടിക്കാൻ കഴിയുന്ന ഒരു പാർട്ടി അത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ്. നമുക്ക് ഓരോ വീട്ടിലും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ നാടിന്റെ വികസനത്തെ കുറിച്ച് കഴിഞ്ഞ 11 വർഷക്കാലമായിട്ട് നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ രാജ്യത്തുടനീളം നടപ്പിലാക്കുന്ന എണ്ണമറ്റ ജനക്ഷേമ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇതെല്ലാം ആളുകളോട് വിശദീകരിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ നാം വികസിത കേരളത്തെ കുറിച്ച് സംസാരിക്കുന്നത്. ഒരു മാറ്റം വരന്തരപ്പള്ളിയിലെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർ ആഗ്രഹിക്കുന്നു. അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ 11 വർഷത്തെ വികസന നേട്ടങ്ങൾ രാജ്യത്തെമ്പാടും ഉള്ള ജനങ്ങൾ കാണുകയും അതോടൊപ്പം തന്നെ ഈ കേരളത്തിലെയും പ്രത്യേകിച്ച് വരന്തരപ്പള്ളി പഞ്ചായത്തിലെയും ഈ ഇടതുവരുന്ന മുന്നണികളുടെ ഭരണത്തിലുള്ള പ്രതിഷേധം ഒരു വോട്ടായി മാറ്റിയിട്ടുണ്ട്. അവരുടെ അഭിലാഷം പൂർത്തീകരിക്കുന്നതിനുള്ള ഒരു അവസരമായിട്ട് ഈ വരന്തരപ്പള്ളി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് മാറ്റാൻ സാധിക്കണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ MP ആയി നമ്മുടെ പ്രിയങ്കരനായ സുരേഷ് ഗോപി ജയിക്കുകയും നമ്മുടെ MP ആവുകയും ചെയ്തു. അതിന്റെ അംഗീകാരമായിട്ട് നമുക്ക് നമ്മുടെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒക്കെ നമുക്കൊരു കേന്ദ്ര മന്ത്രിയെ തന്നു. അതുകൊണ്ട് നമ്മൾ ചെയ്ത പണിക്കെല്ലാം അതിൻ്റെതായിട്ടുള്ള പ്രതിനിധികളും പ്രതിഫലവും നമുക്ക് കിട്ടി. അളഗപ്പനഗർ പഞ്ചായത്ത് വാർഡ് 1 ആമ്പല്ലൂരിനെ കഴിഞ്ഞ 25 വർഷം തുടർച്ചയായി പ്രതിനിധീകരിച്ചത് K രാജേശ്വരിയാണ്. 2024-25 ഉൾപ്പെടെ 3 തവണ പ്രസിഡന്റ് പദവിയിലും എത്തി. 4 നൂറ്റാണ്ടിനിപ്പുറം K രാജേശ്വരി ഇത്തവണ ജനവിധി തേടുന്നത് വാർഡ് 2-ലാണ്. 2000-ലാണ് K രാജേശ്വരി ആദ്യമായി 1-ാം വാർഡിൽ മത്സരത്തിനിറങ്ങുന്നത്. പിന്നീട് ഇങ്ങോട്ട് നടന്ന മുഴുവൻ തിരഞ്ഞെടുപ്പുകളിലും 1-ാം വാർഡിലുള്ളവർ മാറി ചിന്തിച്ചിട്ടില്ല. 25 വർഷം തുടർച്ചയായി വാർഡിനെ പ്രതിനിധീകരിച്ചു. വനിതാ സംവരണമായാലും ജനറൽ സീറ്റായാലും 1-ാം വാർഡിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമ്പോൾ മറ്റൊരു പേരും UDF-ന് മുന്നിൽ ഉണ്ടായിരുന്നില്ല. 1-ാം വാർഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും എൻ്റെ വീട് പോലെ തന്നെയാണ്. ഞാൻ 25 വർഷം പിന്നിടുന്നു പറയുമ്പോൾ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ പ്രവർത്തിച്ചതും നിന്നതും
താമസിച്ചതും എല്ലാം ഒന്നാം വാർഡിലെ ജനങ്ങളുടെ കൂടെ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ രണ്ടാം വാർഡിലേക്ക് മാറി വരുന്നുണ്ടെങ്കിലും രണ്ടാം വാർഡും ശരിക്കും എൻ്റെ ജന്മഗൃഹം പോലെ തന്നെയാണ്. കാരണം ഞാൻ താമസിക്കുന്നത് രണ്ടാം വാർഡിലാണ്. ഒന്നാം വാർഡിലത്തെ പോലെ തന്നെയുള്ള ആ ഒരു പ്രവർത്തനം ഒന്നാം വാർഡിലെ ജനങ്ങളെ ഞാൻ എങ്ങനെ കണ്ടിരുന്നു അതുപോലുള്ള സ്നേഹവും കരുണയും ഞാൻ ഈ രണ്ടാം വാർഡിലെ ആളുകൾക്കും കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നല്ല ആത്മവിശ്വാസമുണ്ട്. ഈ ഒരു ജനപ്രതിനിധിയായി 25 വർഷം പൂർത്തിയാകും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് അറിയാം ഒരു വാർഡിൽ തന്നെ ഒതുങ്ങിയത് എന്തുകൊണ്ടാണ്? നമുക്കൊരു ബ്ലോക്കിലേക്കോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിലേക്കോ അല്ലെങ്കിൽ നിയമസഭയിലേക്കോ ഒക്കെ മത്സരിക്കാവുന്ന ഒരു അനുഭവ സമ്പത്ത് നമുക്ക് കൈമുതലായിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അതിനേക്കാൾ ഒരു വലിയ ഒരു തലത്തിലേക്ക് മത്സരിക്കാഞ്ഞത്? എനിക്ക് പഞ്ചായത്ത് വിട്ടു പോകാൻ എനിക്കിഷ്ടമില്ല. കാരണം എനിക്ക് ബ്ലോക്കോ ജില്ലയൊക്കെ മത്സരിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ ഉപരി ജനങ്ങളായിട്ട് എപ്പോഴും ബന്ധം വലിയ ഒരു പഞ്ചായത്ത് മെമ്പർക്ക് മാത്രമാണ്. ജില്ലയിലെ മെമ്പർക്കോ ബ്ലോക്കിലെ മെമ്പർക്കോ ഒന്നും സാധാരണ ജനങ്ങളായിട്ടുള്ള ഒരു ബന്ധങ്ങളും വരുന്നില്ല. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ കൂടെ ജീവിച്ച് ജനങ്ങൾ അതിൽ തന്നെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഈ പഞ്ചായത്തിൽ തന്നെ മത്സരിക്കാനുണ്ടായ കാരണം. പിന്നെ ഒന്നാം വാർഡിൽ നിന്ന് മാറി മത്സരിക്കാന്ന് പറഞ്ഞാൽ ഒന്നാം വാർഡ് എനിക്ക് ജനറലായാലും വനിതയായാലും എനിക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ളൊരു അവസരം എൻ്റെ പാർട്ടി എനിക്ക് തന്നിരുന്നു. ഇത്തവണ സംവരണ വാർഡ് വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ എനിക്ക് മാറി മത്സരിക്കേണ്ടി വന്നത്. ഇത്തവണ ഒരു പഞ്ചായത്ത് പ്രസിഡന്റായി വീണ്ടും കാണാൻ സാധിക്കുമോ? എങ്ങനെയാണ് അത്തരത്തിൽ ഒരു പ്രസിഡന്റ് കാൻഡിഡേറ്റ് ആയിട്ടാണോ മത്സരിക്കുന്നത്? എന്തായാലും പഞ്ചായത്ത് ഇവിടെ ഭരണം തുടരും എന്നുള്ളത് ഞങ്ങൾക്ക് 100% ഉറപ്പ് തന്നെയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള കാര്യമൊക്കെ ഇനി പാർട്ടി തലത്തിലല്ലേ തീരുമാനിക്കുക. അത് ഞാൻ പറയേണ്ടതല്ലല്ലോ. എന്തായാലും ഇത്തവണ പക്ഷേ വാർഡ് പട്ടികജാതി സംവരണ സീറ്റായി മാറി. എന്നാൽ പൊതുപ്രവർത്തന രംഗത്ത് കെ രാജേശ്വരിയെ മാറ്റി നിർത്താൻ അളഗപ്പനഗർ പഞ്ചായത്ത് ഒരുക്കമല്ല. വാർഡ് 2 വെണ്ടൂർ വെസ്റ്റിൽ സ്ഥാനാർത്ഥിയാണ് കെ രാജേശ്വരി. എതിർ സ്ഥാനാർത്ഥികളായി മത്സര രംഗത്തുള്ളത് LDFന് വേണ്ടി പ്രസീത സജീവും BJPക്കായി അശ്വതി ജ്യോതിഷുമാണ്. പരിചയസമ്പത്തുള്ള പ്രസിഡന്റിനെതിരെ മത്സരിക്കുന്നതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഇരുവർക്കും ബഹുമാനം മാത്രം. പക്ഷേ ഇത്തവണ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം കൂടി ചർച്ചയാകുമെന്നും ഇരുവരും പറയുന്നു. നല്ല ഇതിലാണ്. കാരണം ഇപ്പോൾ 25 വർഷമായി എന്ന് പറഞ്ഞാലും നമ്മുടെ ഈ വാർഡിന് അത്ര വികസനങ്ങളൊന്നുമില്ല. ഇപ്പോൾ വന്ന റോഡ് കണ്ടാൽ അറിയാം. പിന്നെ ഇപ്പോൾ വെള്ളം കയറുന്ന ഏരിയയാണ്. അപ്പോൾ കനാല് അങ്ങനെ ഇതാക്കലും നമ്മുടെ ഇവിടെ ഇതുണ്ട് പാടം, അത് ഈ ചണ്ടി പിടിച്ചും അങ്ങനെയൊക്കെ കിടക്കുന്നത് വൃത്തിയാക്കല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ അതിനൊരു മാറ്റം എന്ന നിലയ്ക്ക് ആൾക്കാരിപ്പോൾ നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യും എന്ന് വിശ്വസിച്ചത് കൊണ്ടാണ് ഇങ്ങനൊരു ഇതിന് വലിയ പോരാളിക്ക് നേരെ തന്നെ ആദ്യമായിട്ട് ചുവടുവെപ്പ് എന്ന് നോക്കി നിൽക്കുന്നത്. കുറേ പേര് പറയുന്നുണ്ട് കുറേ വർഷങ്ങളായി, ഇപ്പോൾ 10-25 കൊല്ലമായാലും അവർക്ക് വേണ്ട തരത്തിലുള്ള വികസനം കാഴ്ചവെച്ചിട്ടില്ല എന്നുള്ളൊരു പരാതി തന്നെയാണ് അവർ പറയുന്നത് കൂടുതലായിട്ടും. അപ്പോൾ ഒരു മാറ്റം വേണം എന്ന് തന്നെയാണ് എല്ലാവരും അഭിപ്രായം. എതിർ സ്ഥാനാർത്ഥിയെ ഞാൻ കുറിച്ച് ചിന്തിക്കാറില്ല. അപ്പോൾ ഞാൻ മാക്സിമം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ സാമൂഹിക സേവനം എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അതൊരു അവസരമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ജനങ്ങൾ ഇടതുപക്ഷത്തെ പെൻഷനൊക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ കുറേ ആൾക്കാർക്ക് അതൊരു വലിയ ആശ്വാസമായിട്ടാണ് കാണുന്നത്. എന്നിരുന്നാലും കുറച്ച് എന്താ പറയുക, കൂടുതൽ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലണം, ഞങ്ങൾക്ക് ഇപ്പോൾ മാത്രം വന്നാൽ പോരാ, എന്നും കാണണം എന്നുള്ള രീതിയിലാണ് അവരുടെ പ്രതികരണം ഉള്ളത്. അളഗപ്പനഗർ പഞ്ചായത്തിൽ ഇത്തവണ പ്രസിഡന്റ് സ്ഥാനം വനിതാ സംവരണമാണ്. പ്രസിഡന്റ് പദവിയിൽ 4ാം ഊഴത്തിൽ കെ രാജേശ്വരി എത്തുമോ? ജനവിധിക്കായി കാത്തിരിക്കുകയാണ് കെ രാജേശ്വരി. 25 വർഷം ഒരേ വാർഡിനെ തന്നെ പ്രതിനിധീകരിച്ച് ജനപ്രതിനിധിയാകുക എന്ന അപൂർവ നേട്ടത്തിനുടമയാവുകയാണ് കെ രാജേശ്വരി. 3 തവണ അളഗപ്പനഗർ പഞ്ചായത്തിന്റെ ഭരണ സാരഥ്യത്തിൽ ഇരിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. 4ാം ഊഴത്തിൽ രാജേശ്വരി ഉണ്ടാകുമോ എന്നത് പാർട്ടിയാണ് തീരുമാനിക്കുക. ഏതായാലും വാർഡ് മാറി വെണ്ടൂർ വെസ്റ്റിലേക്ക് എത്തുമ്പോൾ അവിടെയും തികഞ്ഞ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് രാജേശ്വരി. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. ഒപ്പമുള്ള മന്ത്രിമാരെയും ഘടകകക്ഷികളെയും വിശ്വാസത്തിലെടുക്കാത്ത മുഖ്യമന്ത്രിയും സർക്കാരുമാണ് കേരളം ഭരിക്കുന്നതെന്ന് UDF സംസ്ഥാന കൺവീനർ അടൂർ പ്രകാശ് MP പറഞ്ഞു. കൊടകരയിൽ സംഘടിപ്പിച്ച UDF തെരഞ്ഞെടുപ്പ് പ്രചാരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ പാവപ്പെട്ട തൊഴിലാളികളെ എല്ലാം പിടിച്ചു ചേർത്തുകൊണ്ട് എല്ലായിടത്തും എന്താ നടത്തിയത്? പണിമുടക്കും, കത്തിക്കൽ. വല്ല കാര്യമുണ്ട്?
ഇത് കത്തിക്കലും മറ്റും നടത്തിയതിന്റെ ഉദ്ദേശ ലക്ഷ്യം BJPയുമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു അവിശുദ്ധ ബന്ധത്തിന്റെ കാര്യത്തിൽ ഇവിടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള പരിപാടികളും പദ്ധതികളും നമ്മളെയൊക്കെ തകർക്കുന്ന തരത്തിലേക്ക് മുമ്പോട്ട് പോവുകയാണ്. എന്തിനേറെ പറയുന്നു, കൂടെ ഉള്ളവരെ പോലും വിശ്വാസത്തിലെടുക്കുകയോ അവരെ പോലും വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കുവാൻ തയ്യാറാകാത്ത ഒരു ഗവൺമെന്റാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ സർക്കാർ കാണിച്ചിരുന്ന രാഷ്ട്രീയ മാന്യത കഴിഞ്ഞ 10 വർഷത്തോളമായി ഭരണത്തിലുള്ള പിണറായി സർക്കാർ കാണിക്കുന്നില്ലെന്ന് അടൂർ പ്രകാശ് പറഞ്ഞു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ നിലപാടാണ് ഉമ്മൻചാണ്ടി സർക്കാരിനുണ്ടായിരുന്നത്. MLA-മാരുടെ പാർട്ടി നോക്കാതെയാണ് വികസന ഫണ്ടുകൾ അന്ന് നൽകിയിരുന്നത്. UDF കൊടകര മണ്ഡലം കമ്മിറ്റി ചെയർമാൻ VM ആന്റണി അധ്യക്ഷത വഹിച്ചു. സുനിൽ അന്തിക്കാട്, ഡൽജിത്ത് ഞെർഞ്ഞേലി, ജില്ലാ പഞ്ചായത്ത് കൊടകര ഡിവിഷൻ UDF സ്ഥാനാർത്ഥി US വിഷ്ണു, സദാശിവൻ കുർവത്ത്, MK ഷൈൻ, ജോയ് ചെമ്പകശ്ശേരി, PL ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഒരു കാലത്ത് ഏറെ പുരോഗതിയിൽ നിന്നിരുന്ന കേരളം ഇന്ന് മക്കളെ കയറ്റി അയക്കുന്ന സംസ്ഥാനമായി അധപതിച്ചിരിക്കുകയാണെന്ന് ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് ദേശീയ ജനറൽ സെക്രട്ടറി G ദേവരാജൻ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് ആളൂർ ഡിവിഷൻ UDF സ്ഥാനാർത്ഥി കാവ്യ രഞ്ജിത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ആളൂരിൽ സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രൂപീകൃതമായ 1957 മുതൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഭരണം അവസാനിക്കുന്ന 2016 വരെയുള്ള ആ കാലഘട്ടം മുഴുവൻ എത്ര മുഖ്യമന്ത്രിമാർ ഈ സംസ്ഥാനം ഭരിച്ചു? എല്ലാ മുഖ്യമന്ത്രിമാരും EMS മുതൽ ശ്രീ ഉമ്മൻചാണ്ടി വരെയുള്ള ഒരു കാലത്ത് മലയാളി ചൂടിയിരുന്ന നേട്ടങ്ങളുടെ മയിൽപീലി കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണം വെറും കോഴിത്തൂവലാക്കി മാറ്റിയെന്ന് G ദേവരാജൻ കുറ്റപ്പെടുത്തി. UDF മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ബാബു തോമസ് അധ്യക്ഷത വഹിച്ചു. MP ജാക്സൺ, ലോനപ്പൻ ചക്കച്ചാമ്പറമ്പിൽ, കാവ്യ രഞ്ജിത്ത്, ബൈജു എടത്താടൻ, KV രാജു എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് ബസാർ റോഡിലെ കാനയിൽ മാലിന്യങ്ങൾ നിറഞ്ഞ് സ്ലാബിന് മുകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുവെന്ന് പരാതി. ഡെങ്കിപ്പനിയടക്കം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൊതുമരാമത്ത് വകുപ്പ് നടപടി സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് അംഗം സെബി കൊടിയൻ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് അംഗം പുതുക്കാട് പൊതുമരാമത്ത് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പരാതി നൽകി. മൃഗസംരക്ഷണ വകുപ്പിന്റെയും ആമ്പല്ലൂർ മൃഗാശുപത്രിയുടെയും നേതൃത്വത്തിൽ അളഗപ്പനഗർ APHS സ്കൂളിൽ പേവിഷബാധ നിർമ്മാർജ്ജനത്തിനായുള്ള ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ഡോക്ടർ VN അനീഷ് രാജ് നേതൃത്വം നൽകി. പ്രധാന അധ്യാപിക സിനി M കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ CK പ്രസാദ്, സജീഷ്, അനു എന്നിവർ സംസാരിച്ചു. ഈ പേടിച്ച് നിൽക്കുന്ന നായ്ക്കളാണെങ്കിൽ പാല് 2 കാലിന്റെ അടിയിലേക്ക് വളച്ചു പിടിക്കും. അവർ നോക്കുന്നത് 2 സൈഡിലേക്ക് പേടിച്ച് നിൽക്കുന്നു. അങ്ങനെ സൈഡിലേക്ക് നോക്കുമ്പോൾ എന്താ കാണുക? കണ്ണിന്റെ കറുത്ത കൃഷ്ണമണി എന്താ നമ്മൾ കാണും? വെള്ളക്കളറാണ്. കാളത്തോട് ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് ബൈക്കുകളിൽ ഇടിച്ച് സ്ഥാനാർത്ഥി ഉൾപ്പെടെ 4 പേർക്ക് പരിക്ക്. കോർപ്പറേഷൻ പറവട്ടാനി ഡിവിഷൻ സ്വതന്ത്ര സ്ഥാനാർത്ഥി ടോണി കാവുങ്കൽ, ഭാര്യ LC ടോണി, പ്രവർത്തകരായ രാജീവ്, ഭാര്യ ടിനി രാജീവ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ പ്രമാണിച്ച് ഡിസംബറിലെ ക്ഷേമ പെൻഷൻ ഈ മാസം 15 മുതൽ വിതരണം ആരംഭിക്കും. സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച തുകയായ 2000 രൂപ വീതമാണ് ലഭിക്കുക. ഇതിനായി 1045 കോടി രൂപ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അനുവദിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ ലഭിക്കുന്നത്. 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും. 8.46 ലക്ഷം പേർക്കുള്ള കേന്ദ്രവിഹിതവും സംസ്ഥാന സർക്കാർ മുൻകൂർ അനുവദിച്ചിട്ടുണ്ട്. വരാക്കര പാലക്കുന്ന് പൂക്കോട് പ്രദേശത്തെ യാത്രാ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് പഞ്ചായത്ത് അംഗം PK ശേഖരൻ ആവശ്യപ്പെട്ടു. മേഖലയിലെ ജനങ്ങൾ യാത്രയ്ക്കായി ആശ്രയിച്ചിരുന്ന PM ട്രാവൽസ് ബസ് അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് ജനങ്ങൾ യാത്രാ ദുരിതം നേരിടുകയാണെന്നും അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും പഞ്ചായത്ത് അംഗം പറഞ്ഞു. നന്ദിപുലം മാഞ്ഞൂർ കിഴക്കേടത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ദ്രവ്യകലശം ഡിസംബർ 5 മുതൽ 7 വരെ നടക്കും.
ഡിസംബർ 5 വൈകിട്ട് 4 ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിക്കും. ക്ഷേത്രം തന്ത്രി മുറുക്കനാട്ടുമന വാസുദേവൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ദ്രവ്യകലശ ചടങ്ങുകൾ നടക്കുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവില കൂടി 520 രൂപ വർദ്ധിച്ച് 95,760 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. 11,970 രൂപ 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ 5% GSTയും ഹാൾമാർക്കിംഗ് ചാർജും ചേർത്താൽ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ 1 ലക്ഷം രൂപയിൽ കൂടുതൽ നൽകണം. ചൊവ്വാഴ്ച 2 തവണ സ്വർണ്ണവില നേരിയ തോതിൽ കുറഞ്ഞിരുന്നു. ഈ മാസത്തെ കുറഞ്ഞ വിലയായ 95,240 രൂപയായിരുന്നു ചൊവ്വാഴ്ച വൈകിട്ട് രേഖപ്പെടുത്തിയത്. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. കെൽട്രോണിൽ മാധ്യമ പഠനത്തിനുള്ള 2025-26 വർഷത്തെ ബാച്ചുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. തിരുവനന്തപുരം, കോഴിക്കോട്, പാലക്കാട് കെൽട്രോൺ കേന്ദ്രങ്ങളിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. ഡിഗ്രി, +2 യോഗ്യതയുള്ളവർക്ക് നേരിട്ട് കെൽട്രോൺ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രവേശനം നേടാം. താൽപ്പര്യമുള്ളവർ ഡിസംബർ 12-നുള്ളിൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9544958182. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,970 രൂപ, പവന് 95,760 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. അവിട്ടത്തൂരിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരി മരിച്ചു. മരിച്ചത് ഇസാഫ് ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജർ ആസിഫ. PSC ചോദ്യക്കടലാസ് കെട്ടുകൾ പുതുക്കാട് വഴിയരികിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പിക്കപ്പ് വാൻ തകരാറിലായതിനെ തുടർന്ന് ദേശീയപാത ആമ്പല്ലൂരിൽ വൻ ഗതാഗത കുരുക്ക്. മറ്റൊരു പിക്കപ്പ് വാൻ സർവീസ് റോഡിൽ താഴ്ന്നു. BJP വരന്തരപ്പള്ളി പഞ്ചായത്ത് സ്ഥാനാർത്ഥി സംഗമവും പ്രകടന പത്രിക പ്രകാശനവും സംഘടിപ്പിച്ചു. പുതുക്കാട് മറവാഞ്ചേരിയിൽ സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച അപകടം. കാർ യാത്രികരായ 2 പേർക്ക് സാരമായി പരിക്കേറ്റു. കൊടകര പൂനിലാർക്കാവ് ദേവീക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവം വ്യാഴാഴ്ച ആഘോഷിക്കും. കൊടകരയിൽ നടന്ന UDF തെരഞ്ഞെടുപ്പ് പ്രചാരണ പൊതുയോഗം അടൂർ പ്രകാശ് MP ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.